മാധ്യമ സുഹൃത്തുക്കൾ ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും സംസ്ഥാന അധ്യക്ഷൻ ഇന്നലെ വിശദമായിട്ട് ഉത്തരം പറയുന്നതാണ് ഞാൻ കണ്ടത്. ഇനിയും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ആ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറയാൻ ഞാൻ തയ്യാറാണ് എന്ന് പറയുന്ന സംസ്ഥാന അധ്യക്ഷനെ കണ്ടു കഴിഞ്ഞതിന് ശേഷമാണ് ഈ പാർട്ടി യോഗത്തിലേക്ക് ഇന്നലെ വളരെ നീണ്ട പത്രസമ്മേളനം ഉച്ചയ്ക്ക് 12 മണിക്ക് നടത്തുന്നതും എല്ലാ ചോദ്യങ്ങൾ ചോദിക്കുന്നതും അതിന് സംസ്ഥാന അധ്യക്ഷൻ ഉത്തരം പറയുന്നതും ഞാൻ കണ്ടു. എന്റെ മനസ്സിലുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത്, പാർട്ടിയുടെ സംസ്ഥാന ഘടകം എന്ത് ജോലി എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിലും ആ ജോലി നാളിതുവരെ കൃത്യമായിട്ട് ഞാൻ ചെയ്തു തീർത്തിട്ടുണ്ട്. എനിക്ക് അഖിലേന്ത്യാ നേതൃത്വവും സംസ്ഥാന ഘടകവും ശോഭ എന്ത് ജോലി ചെയ്യണം എന്ന് അവര് തീരുമാനമെടുക്കാറുണ്ട്. ആ പണി വളരെ നല്ല രീതിയിൽ ചെയ്തു തീർത്തു എന്ന് ആത്മവിശ്വാസമുള്ള ഒരു സാധാരണക്കാരിയാണ് ഞാൻ. കൂടാതെ എന്റെ മനസ്സിൽ ഇപ്പോഴുള്ള ഒരു ചിന്ത എന്ന് പറയുന്നത് അടുത്ത തെരഞ്ഞെടുപ്പാണ്. കൂടാതെ എന്റെ മനസ്സിൽ ഇപ്പോഴുള്ള ഒരു ചിന്ത എന്ന് പറയുന്നത് അടുത്ത തെരഞ്ഞെടുപ്പാണ്. കോൺഗ്രസിന്റെ UDFന്റെ ശ്രീമാൻ VD സതീശന്റെ ഒരു വെല്ലുവിളി ഭാരതീയ ജനതാ പാർട്ടി അതിശക്തമായിട്ട് ഏറ്റെടുക്കുകയാണ്. എന്താ കാര്യം? പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ പന്തയം വെക്കാം. ഒരൊറ്റ സീറ്റ് ഒരു മുനിസിപ്പൽ കൗൺസിലറെ UDFന് അധികം ഉണ്ടാക്കാൻ സാധിക്കുമോ? അത് വെല്ലുവിളിയായിട്ട് ഏറ്റെടുക്കാൻ ഭാരതീയ ജനതാ പാർട്ടി തയ്യാറാണ്. മറ്റൊന്നുകൂടി പറയാനുള്ളത്, ഞങ്ങളെ സംബന്ധിച്ച്, എന്നെ സംബന്ധിച്ച് ഞാൻ അടിവരയിട്ടുകൊണ്ട് പറയുകയാണ്, അടുത്ത പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ മാധ്യമ സുഹൃത്തുക്കളുടെ മുന്നിലാണല്ലോ പറയുന്നത്, തിരുവനന്തപുരവും തൃശൂരും ഉൾപ്പെടെയുള്ള കോർപ്പറേഷനുകൾ ഞങ്ങൾ ഭരിക്കും. ഇനി ഇവിടെ നിന്നാൽ അവൻ നിങ്ങളുടെ പൊക്കളിന് ചുറ്റും പണി തരും. പിന്നെ ഈ ജന്മത്തെ നിങ്ങൾക്ക് നരകച്ചരഴിക്കാൻ പറ്റില്ല. കൂടാതെ 50% വരുന്ന റിസർവേഷൻ എന്റെ സഹോദരിമാരായിട്ടുള്ള സ്ത്രീകൾ, അവരെ പോലെയുള്ള ആളുകളാണല്ലോ ശോഭാ സുരേന്ദ്രനെയൊക്കെ സൃഷ്ടിച്ചിട്ടുള്ളത്. ഞങ്ങളെ അടിത്തട്ടിൽ നിന്നുകൊണ്ട് പണിയെടുത്ത് പശ കുറുക്കി പോസ്റ്റർ ഒട്ടിച്ച് ഈ പ്രസ്ഥാനത്തെ വളർത്താൻ വേണ്ടി ഞങ്ങളെ വളർത്താൻ താഴെ നിന്ന് മുദ്രാവാക്യം വിളിച്ചിട്ടുള്ള പാവപ്പെട്ട പ്രവർത്തകന്മാർ, അവരിൽ നിന്നുള്ളവരെ മുനിസിപ്പൽ ചെയർമാനായിട്ടും മുനിസിപ്പാലിറ്റിയിലെ കൗൺസിലർമാരായിട്ടും പഞ്ചായത്ത് പ്രസിഡന്റുമാരായിട്ടും പഞ്ചായത്ത് മെമ്പർമാരായിട്ടും ഒക്കെ ഇരുത്താനുള്ള ഒരു തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. അതിന് 100% പ്രവർത്തിക്കാൻ പാർട്ടി സജ്ജമാണ് എന്നുള്ളതാണ്. ആ പണിയാണ് ഇനി വരാൻ പോകുന്നത്. ഇത് മാത്രമേ എന്റെ തലയ്ക്കകത്തുള്ളൂ. ഇറാഖിൽ മിസൈൽ വീണ പോലെ ആയല്ലോ.